ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓയിലും മുട്ടയും ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുക മുട്ട വെച്ചിട്ട് അല്ലെങ്കിൽ ഓയിലില്ലാതെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാറേ ഇല്ല. കാരണം ഓയിലാണ് നമ്മുടെ മയോണൈസിനെ തിക്കാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ട ചേർക്കുന്ന സമയത്ത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള മയോണൈസ് നമുക്ക് ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിന്നെ അത് പുറത്തേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അതിൽ ബാക്ടീരിയ ഒക്കെ കയറിയിട്ട് പോയ്സണിങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോഴും നമുക്ക് പ്യുവർ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിലൊന്നും നമുക്കിവിടെ നമ്മുടെ ആ ഒരു വിലയിൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ നമുക്ക് 100% പ്യുവർ ആയിട്ടുള്ള ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓയിലും മുട്ടയും ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ല ബട്ടർ ആയാലും കുഴപ്പമില്ല, ഉപ്പില്ലാത്ത ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ആവട്ടോ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലവർ ഈ ബട്ടറിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു 5-6 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/3 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാല് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മളിതിലേക്ക് എത്ര പാൽ ഒഴിച്ചു കൊടുത്താലും ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു കോൺഫ്ലവർ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതാ 1/3 കപ്പ് പാൽ, 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പാലാണ് ഉള്ളത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും നമുക്കിതൊന്ന് കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയും മതി. ഇതുപോലെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും പാനിൽ ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മയോണൈസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ നാരങ്ങ നീരോ ഏതെങ്കിലും ആ ഒരു പുളിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളമാണോ ആ ഒരു പുളി ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 1/2 ടീസ്പൂൺ ഇല്ല, 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവാണ് കേട്ടോ. എന്നാൽ 1/4 ടീസ്പൂണിൻ്റെയും കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നമുക്ക് അടിച്ച് നോക്കിയിട്ട് എത്രത്തോളമാണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. എത്രത്തോളമാണ് നമുക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ചിലേക്കും അതുപോലെ നമ്മൾ മയോണൈസൊക്കെ ഉപയോഗിക്കുന്ന എല്ലാത്തിലേക്കും ഇത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നെയ്യാണെങ്കിൽ നമുക്ക് ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നെയ്യിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ബട്ടറിന് അത്രത്തോളം ഫ്ലേവർ ഇല്ലല്ലോ. പിന്നെ ആ ഒരു ഓയിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഓയിൽ വെച്ചിട്ട് ചെയ്യുന്ന മയോണൈസിൽ പറഞ്ഞാൽ ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ഇതിൽ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് എപ്പോഴും മയോണൈസ് കഴിക്കുന്ന ഒരു കുട്ടികളാണ് ഇപ്പം മിക്ക കുട്ടികളും. സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ചിക്കൻ്റെ കൂടെയൊക്കെ സാൻഡ്വിച്ചിലേക്കൊക്കെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മയോണൈസാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.